ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഈന്തപ്പഴം അച്ചാറുണ്ടാക്കാമേ. ഈന്തപ്പഴം നന്നായിട്ടങ്ങ് പഴുത്തല്ല കേട്ടോ, നമ്മൾ പറിച്ചെടുത്തതാണേ. പഴുക്കുന്നതിന് മുമ്പ് കുറച്ച് പഴുക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കിയെടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് പാത്രത്തിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കി അരിഞ്ഞെടുക്കാമേ. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കറിവേപ്പില ഇട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കുക. അത് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കത് ഇളക്കിയെടുക്കണം. ഇളക്കി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കളറായി വരുന്നുണ്ട്. കണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ രീതിക്ക് ഞാൻ ചെയ്യുവാണേ. നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എനിക്കിതിനകത്ത് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ് ഇതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരണേ. മുളക് പൊടി ഇട്ട് 3 സ്പൂണ് മുളക് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. 3 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കുക നന്നായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, അതിൻ്റെ ഉലുവാപ്പൊടി, കായപ്പൊടി എല്ലാം അവരവരുടെ ഇതിൻ്റെ ആവശ്യത്തിന് ചേർക്കുക. എത്രയാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ആവശ്യത്തിന് ചേർക്കുക. അതിലേക്ക് നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഈ വഴറ്റി വെച്ച ഈ അരപ്പിലേക്ക് നല്ലതായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ആ വെള്ളം വീണ്ടും ഒന്ന് തിളപ്പിക്കുക. അതിലേക്ക് വീണ്ടും ഈ തോട് കളഞ്ഞ് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം തട്ടിയിടുക. എന്നിട്ട് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുക്കണം കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ബിരിയാണിക്കും കഞ്ഞിക്കും ഒക്കെ കൊടുക്കാം. ഒരു ചെറിയ മധുരമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കണ്ടോ? ഇത് നന്നായിട്ട് ഇളക്കുക. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി വീണ്ടും ഇളക്കുക. കണ്ടോ? നല്ല ഇപ്പോൾ ഏകദേശമൊക്കെ ഇത് അരപ്പൊക്കെ എല്ലാം പിടിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിച്ചല്ലോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരി, ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു. കണ്ടോ? വീണ്ടും ഇതൊന്ന് ബോയിൽ ചെയ്യുക. ഒരു ചെറിയ ഫ്ലെയിം മതി കേട്ടോ, വലിയ ഫ്ലെയിമൊന്നും വേണ്ട. ഇത് ചെറിയ ചൂടോടെ കണ്ടോ തിളച്ചിട്ടുണ്ട്. കണ്ടോ? നല്ല പാത്രത്തിലേക്ക് മാറ്റി സ്വാദിഷ്ടമായ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? നല്ല ടേസ്റ്റി അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നല്ല ഒന്നാന്തരം ഈന്തപ്പഴം അച്ചാർ റെഡി. എല്ലാവരും ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.